പേടിക്കണ്ട മക്കളെ, വേട്ട തുടങ്ങിക്കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് വന്നതോടെ യക്ഷികൾ ഓടി ഒളിച്ചത് എന്താണ്? അതിന്റെ കാര്യം എന്താ? ചാത്തനേറിന് എന്ത് സംഭവിച്ചു? വീടിന്റെ മുകളിലേക്ക് പടപടാന്ന് കല്ലുകൾ വീഴുന്ന ചാത്തനേറിന് എന്ത് സംഭവിച്ചു? സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശവും വന്നപ്പോ യക്ഷികൾ എവിടെയാണ് ഓടി ഒളിച്ചത്? അതുപോലെ വസൂരി ബാധ, സ്മോൾ പോക്സിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കുകയും കോളറ ബാധയെ നിയന്ത്രിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ മരണപ്പെട്ട സ്ത്രീകൾ മറുതയായി വരുന്നത് അവസാനിച്ചത് എങ്ങനെയാണ്? ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിലുണ്ടായ അന്ധവിശ്വാസങ്ങൾക്ക് സംഭവിച്ച സാംസ്കാരിക പരിണാമവും അത് ഉണ്ടാക്കി തീർത്ത ചില കഥകളുമാണ് ഇത്തരം സെൻസ്ഡ് പ്രസൻസിനൊക്കെ കളർ ചേർക്കുന്നത്. ജേക്കബ് സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രേതം ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആഭിചാരം അതിലേക്ക് വരുന്നത്? അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ആത്മാക്കളിലുള്ള വിശ്വാസത്തെ വ്യവസായവൽക്കരിച്ചത് ഒരു 40,000 കൊല്ലം മുമ്പേ ഷാമൻസ് എന്ന് പറഞ്ഞ് മനുഷ്യ പൂർവികരുടെ ഇടയിൽ രൂപമെടുത്ത മന്ത്രവാദികളാണ്. ആ മന്ത്രവാദത്തിന്റെ നവീന രൂപങ്ങൾ ഇന്നും തുടരുന്നു. അതിന്റെ വ്യവസായവൽക്കരണം, ആത്മാക്കളോട് സംസാരിക്കാനുള്ള ശേഷി, അതുവഴി രോഗശാന്തി, ഈ ധാരണ ചരിത്രാതീത കാലത്തിന് മുമ്പേ തന്നെയുണ്ട്. അതുകൊണ്ടാണ് സാർ ഇത് രണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പ്രേതവിശ്വാസത്തോടൊപ്പം ആഭിചാരവും കർമ്മങ്ങളും ചർച്ച ചെയ്യേണ്ടി വരുന്നത് മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിൽ രൂഢമൂലമായിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ, പരിണാമപരമായി നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായ ചില സർക്യൂട്ടുകളുടെ ബൈ പ്രൊഡക്ട്സ്